ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 കുറേ സ്റ്റുഡൻസ് ഓസ്ട്രേലിയയിലേക്ക് വരുന്നുണ്ട്. അതിനകത്ത് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചതാണ്, ചേച്ചി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വരുമ്പോൾ കൊണ്ടുവരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് വന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്കിനി മടിച്ചു നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഡോക്യുമെൻറ്റ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുറേ പേര് ഈ ഫെബ്രുവരി ഇൻടേക്കിലായിട്ടും ജൂലൈ ഇൻടേക്കിലായിട്ടൊക്കെ 2025 ഓസ്ട്രേലിയ വരുന്നുണ്ട്. അപ്പം നമുക്കൊരു ഓസ്ട്രേലിയയുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് കുറേ പേര് ഓസ്ട്രേലിയയിൽ ഉള്ളവരുണ്ട്, കുറേ പേര് വരാനിരിക്കുന്നവരുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലോ നിങ്ങളുടെ സെയിം കോഴ്സ് പഠിക്കാനിരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ DM അയയ്ക്കുക. ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ തന്നെ അതിനകത്ത് 2200 കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആളുകളുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ കാനഡ, UK, ജർമ്മനി, അയർലൻഡ്, ന്യൂസിലൻഡിൻ്റെയൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അത് എനിക്ക് തോന്നുന്നു 100 താഴെ ഉള്ളൂ, പക്ഷേ സ്റ്റിൽ അറൗണ്ട് 60-70 ആളുകളുണ്ട്. നിങ്ങൾ അവിടെ ആയിട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് ഏത് രാജ്യം എന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ പക്ഷേ ഓസ്ട്രേലിയയിലെ വീഡിയോസ് മാത്രമാണ് ചെയ്യാറുള്ളൂ. അത് ജസ്റ്റ് ഒരു നെറ്റ്വർക്കിംഗ് എന്നുള്ള രീതിയിലാണ് ബാക്കി രാജ്യങ്ങളുടെ ഞാൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് കടക്കാൻ നേരത്ത് ഡോക്യുമെൻറ്റ്സിനെ പറ്റി സംസാരിക്കാൻ നേരത്ത് പാസ്പോർട്ടിൻ്റെ കാര്യം ഞാനിവിടെ പറയണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ പാസ്പോർട്ടിനെ പറ്റി സംസാരിച്ച് വരാൻ നേരത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് ഇതല്ല നിങ്ങളുടെ ഫസ്റ്റ് പാസ്പോർട്ട്, നിങ്ങൾക്ക് വേറെ പാസ്പോർട്ട് ഇതിന് മുന്നേ ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് എൻ്റെ 2ാമത്തെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ ഇരിക്കണമെങ്കിൽ ഞാൻ ആദ്യത്തെ പാസ്പോർട്ട് കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പാസ്പോർട്ട് ഉണ്ടാകും അത്രയും പാസ്പോർട്ട് നിങ്ങൾ പഴയതാണെങ്കിൽ പോലും നിങ്ങളുടെ കൈ പിടിക്കാനായിട്ട് ശ്രമിക്കുക. 2ാമത്തെ എനിക്ക് പാസ്പോർട്ടിൻ്റെ കാര്യം പറയാനുള്ളത്, മിനിമം 6 months, അതായത് ഇപ്പോൾ 6 മാസത്തിനുള്ളിൽ എക്സ്പയർഡ് ആവുന്ന പാസ്പോർട്ടാണെങ്കിൽ അത് റിന്യൂ ചെയ്തിട്ട് മാത്രം കൊണ്ടുവരിക. ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, 6 months എങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് മാത്രമേ അവരിവിടെ കയറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി 2ാമത്തെ ഡോക്യുമെൻറ്റിൻ്റെ കാര്യം പറയാൻ നേരത്തെ എനിക്ക് പറയാനുള്ളത് ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയിട്ടാണ്. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു, ചേച്ചി നമ്മൾ നാട്ടിൽ നിന്ന് വരാൻ നേരത്തെ അത് ഇൻ്റർനാഷണൽ ആക്കിയിട്ട് കൊണ്ടുവരുന്നു. ഇൻ്റർനാഷണൽ ആക്കിയിട്ടൊന്നും കൊണ്ടുവരില്ല, നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ ലൈസൻസ് കിട്ടുന്നത് അങ്ങനെ തന്നെ കൊണ്ടാൽ മതി. പക്ഷെ ഒരു കാര്യം മേക്ക് ഷുവർ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ പേര് അശ്വതി KS എന്ന് നമ്മൾ പറയുള്ളൂ, ഒരിക്കലും അശ്വതി കുഞ്ഞിലക്കാട് സുബ്രഹ്മണ്യൻ എന്ന് പറയില്ല. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ പാസ്പോർട്ടിൽ വരുന്ന പേര് അങ്ങനെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിലും പേരുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക. അതെന്തിനാ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് ഇപ്പോൾ ഡെലിവറി ജോബൊക്കെ പാർട്ട് ടൈം തുടക്കത്തിൽ ഒരു ജോലി കിട്ടാത്തപ്പോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ആ ഒരു ഗ്യാപ്പിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഡൊമിനോസിലൊക്കെ ചിലവർക്ക് ഡെലിവറി എന്നുള്ള രീതിയിൽ ഡ്രൈവിംഗ് അറിയാവുന്നവരെ കയറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വളരെ ഗുണമാണ്. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം പറയാൻ നേരത്ത് ഓരോ സ്റ്റേറ്റിനും ഓരോ റൂൾസാണ്. ചിലപ്പോഴത്തിലൊക്കെ എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ വരാൻ നേരത്ത് അത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇപ്പോൾ 2 വർഷത്തേക്കാണ് പഠിക്കാൻ വന്നതിന്, ആ 2 വർഷം അവർക്കത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല വിക്ടോറിയയിൽ അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിക്ടോറിയയുടെ 6 മാസത്തിൽ കൂടുതൽ നമ്മുടെ നാട്ടിലെ ലൈസൻസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഓരോ റൂളാണ്. അപ്പം നിങ്ങൾ ഏത് സ്റ്റേറ്റിലോട്ടാണോ വരാൻ ഉദ്ദേശിക്കുന്നത് അത് ഏത് സ്റ്റേറ്റാണ് അതിനകത്ത് റൂൾ ചെക്ക് ചെയ്യുക. പക്ഷേ എന്തായാലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, അത് വളരെ യൂസ്ഫുള്ളാണ്. പാർട്ട് ടൈം ജോലിയുടെ കേസിലൊക്കെ ഈവൻ ഫുൾ ടൈം വരാൻ നേരത്ത് പോലും ചില ജോലികൾ പ്രൊഫഷൻ അനുസരിച്ച് ചോദിക്കുന്നുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോയെന്ന്. പിന്നീട് നമ്മൾ നാട്ടിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഫേർട്ട് കുറവായിരിക്കും. കാര്യം നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, ആ ഒരു രീതിയിലും അത് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എയർപോർട്ടിൽ വരാൻ നേരത്ത് ചില കോപ്പീസ് എന്തായാലും കൈ പിടിക്കണം. അതിനെ പറ്റിയിട്ടാണ് ഞാൻ മറന്നു പോകണ്ടല്ലോ എന്നോർത്താണ് ഇപ്പോൾ പറയുന്നത്. അതായത് എനിക്കറിയാം ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെയൊക്കെ കോപ്പി എടുക്കുന്നത് ചിലപ്പോൾ ഒരു പഴയ ഒരു രീതി ആയിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും ഒരു സേഫ് എന്നുള്ള രീതിയിൽ, കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്, നമ്മൾ പുറത്ത് രാജ്യത്തേക്ക് ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്തായാലും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ്, നമ്മുടെ ഏത് ഫ്ലൈറ്റ് ടിക്കറ്റാണോ വരുന്നത് അതിൻ്റെ കോപ്പി, നമ്മുടെ വിസയുടെ കോപ്പി, നമ്മുടെ COEയുടെ കോപ്പി, പിന്നെ എന്നാ വേണ്ടേ,
എന്തായാലും ഇത് മൂന്നിൻ്റെയും കോപ്പി നിങ്ങളുടെ കയ്യിൽ, പിന്നെ പാസ്പോർട്ടിൻ്റെയും കോപ്പിയും എടുത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതെന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങൾക്ക് എവിടെയാണ് നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ഹാൻഡി ആയിട്ടുള്ള രീതിയിൽ വയ്ക്കുക. ഇപ്പോൾ ചില സിറ്റുവേഷനെങ്കിൽ നമുക്ക് സൈഡ് ബാഗ് ഉണ്ട് ഗേൾസിനൊക്കെ ആണെങ്കിൽ, അതിനകത്ത് തന്നെ നമുക്ക് അവർ ചോദിച്ചാൽ അപ്പം തന്നെ എടുത്തു കൊടുക്കാൻ പാകത്തിന് വയ്ക്കുക. അതിൻ്റെ കൂടെ ഒരു പേനയും വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ മറന്നുകൊണ്ടല്ലോ എന്നോർത്താണ് ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം വെക്കേണ്ടതാണ്, എമർജൻസി കോൺടാക്ട്സ് നമ്മൾ എഴുതിയതോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തൊരു പേജ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇൻ കേസ് നമ്മുടെ ഫോൺ ഡെഡായി അല്ലെങ്കിൽ നമ്മുടെ ഫോണ് എന്തെങ്കിലും പറ്റി നമ്മുടെ നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആരെങ്കിലും വിളിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊന്നും ആരുടെയും നമ്പറൊന്നും കാണാപ്പാടും പഠിച്ചു വയ്ക്കുന്ന സിറ്റുവേഷൻ ഇല്ല. ഈവൻ നമ്മൾ വേറൊരു കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വരികയാണ്, പുതിയ നമ്പർ അതൊന്നും നമുക്ക് അറിഞ്ഞിരിക്കണം എന്നില്ല. അപ്പം നമ്മുടെ എമർജൻസി കോൺടാക്ട്സ് ഇവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ളതും നാട്ടിലുള്ളതും പിന്നെ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന അഡ്രസ്സും ഏതാണോ അതെന്തായാലും ഒരു ബുക്കിലെങ്ങാനും എഴുതി വയ്ക്കാൻ ഹാൻഡി ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഡോക്യുമെൻറ്റ്സിലേക്ക് തിരിച്ചു വരാൻ അടുത്ത എനിക്ക് പറയാനുള്ളത് ഫോറക്സ് കാർഡ് അല്ലെങ്കിൽ ട്രാവൽ കാർഡിനെ പറ്റിയിട്ടാണ്. എൻ്റെ എനിക്ക് തോന്നുന്നത് എൻ്റെ SBIയുടെ ആണോ എൻ്റെ SBI ആയിരുന്നു ബാങ്ക്, SBI ആയിരുന്നു ബാങ്ക്, പക്ഷെ അതിൻ്റെ തന്നെയായിരുന്നു ട്രാവൽ കാർഡ് എന്ന് എനിക്കറിയില്ല. നമുക്കൊരു ഫോറക്സ് കാർഡ് ഉള്ളത് വളരെ 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 യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ബാങ്ക് ഏതാണോ അവരുമായിട്ട് സംസാരിച്ചാൽ അവർ സഹായിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ഡീറ്റെയിൽസ് അവരുമായിട്ട് അന്വേഷിച്ചാൽ മതി. യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് പൈസ ഇടും, ആ പൈസ നമുക്ക് ഓസ്ട്രേലിയയിൽ ചെല്ലാൻ നേരത്ത് വിഡ്രോ ചെയ്യാൻ പറ്റും. എത്ര ഓസ്ട്രേലിയൻ ഡോളേഴ്സിൽ വിഡ്രോ ചെയ്യാൻ പറ്റും. നമ്മൾ റുപ്പീസിലിടും, നമുക്ക് ഓസ്ട്രേലിയൻ ഡോളേഴ്സിൽ വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ള സിറ്റുവേഷനാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ എത്ര ക്യാഷ് എന്നുള്ള രീതിയിൽ നമ്മൾ കൈപ്പിടിക്കാം. സേഫ് അല്ലല്ലോ. നമ്മൾ അവിടെ ചെന്നിട്ട് ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങിയാൽ മാത്രം നമ്മൾ പിന്നെ അതിനകത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. അതുവരെ ഒരു ലിമിറ്റിൽ കൂടുതൽ ക്യാഷ് ക്യാരി ചെയ്യുന്ന ഒട്ടും സേഫ് അല്ല. അപ്പോൾ ഒരു ഫോറക്സ് കാർഡ് അല്ലെങ്കിൽ ട്രാവൽ കാർഡ് ഉള്ളത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്, നമ്മൾ പൈസ ഇടും അവരിപ്പോൾ, പക്ഷെ നമ്മളിപ്പോൾ ഇന്നത്തെ റേറ്റ് 54 ആണെങ്കിൽ അതിന് തന്നെ ആയിരിക്കും അവർ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് അവർ കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ചെറിയൊരു ശതമാനം ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ അവർ പിടിച്ചിട്ട്, അല്ലെങ്കിൽ കൺവേർഷൻ റേറ്റ് അവർ പിടിക്കണമല്ലോ, അത് പിടിച്ചിട്ട് മാത്രമാണ് അവർ നമ്മൾക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ 20,000 രൂപ ഇട്ട് അത് എത്രയാണ് ഓസ്ട്രേലിയൻ ഡോളർ അത് മൊത്തം നിങ്ങളുടെ അക്കൗണ്ടിൽ കയറത്തില്ല. അതിൽ നിന്ന് ചെറിയൊരു പെർസെൻറ്റേജ് ഫീ എന്നുള്ള രീതിയിൽ അവർ പിടിച്ചിട്ട് ബാക്കി നമ്മുടെ ആ ഫോറക്സ് കാർഡിൽ കയറും. അത് വളരെ യൂസ്ഫുൾ ആണ് നിങ്ങളുടെ ജേണിയിലായിക്കോട്ടെ. നിങ്ങൾ അവിടെ ചെന്ന് തുടക്കത്തിലുള്ള 2-3 ദിവസം ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പം അങ്ങനെ ഒരു കാർഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ, പ്രൊഫഷണൽ ഫീൽഡ് ആയിക്കോട്ടെ അല്ലാത്ത ആയിക്കോട്ടെ, അതിൻ്റെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൈ പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ പിന്നീട് ഒരു ജോലി നിങ്ങളുടെ ഫീൽഡിലുള്ള ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അത് റിലേറ്റഡ് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ആ റെഫറൻസും ആ ഒരു വർക്ക് എക്സ്പീരിയൻസും ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ അതിപ്പോൾ യൂസ്ഫുൾ ആണെന്ന് അറിയില്ല, പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൈഡിൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങളുടെ ഫീൽഡ് റിലേറ്റഡ് എങ്കിൽ അതും വയ്ക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് പറയാനുള്ളത്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, നിങ്ങളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ ഇരിക്കണമെങ്കിൽ അതും എടുത്തോ. എവിടെ നിന്ന് ആവശ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. തുടക്കത്തിൽ എന്തൊക്കെയോ ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓർക്കുന്നില്ല. എൻ്റെ ഒരു വിശ്വാസത്തിൽ എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ഞാൻ വന്ന സമയത്ത് എന്തോ ഒരു ആവശ്യത്തിന് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നത് നന്നായിരിക്കും. റീസെൻറ്റ് ഫോട്ടോ തന്നെ എടുത്തിട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഇനി ഫണ്ടിൻ്റെ കേസ് വരാൻ നേരത്ത് ഫണ്ട് റിലേറ്റഡ് എന്തൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ടോ അതൊക്കെ കൊണ്ടുവരാം. കാര്യം നമ്മൾ ഈ ഡോക്യുമെൻ്റ് ഒന്നും നാട്ടിൽ വെച്ചിട്ട് കാര്യമില്ല, വയ്ക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ ഇവിടെയാണ്, അത് അവിടെ വെച്ചിട്ട് കാര്യമുണ്ടോ. അപ്പോൾ അത് ഫണ്ട് റിലേറ്റഡ് വരാൻ നേരത്ത് ഇപ്പം ചിലവർ സ്വന്തമായിട്ട് പൈസ കൊണ്ടായിരിക്കും. അപ്പോൾ അവർ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പക്ഷെ മിക്കവരും എനിക്ക് തോന്നുന്നു 80% കൂടുതൽ ആളുകളും എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് വരുന്നത്. അങ്ങനെ വരാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ സാങ്ഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ അതെടുക്കുക, ഡിസ്പേഴ്സ്മെൻറ്റ് ലെറ്റർ ഉണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ഈ ലോൺ സാങ്ഷൻ ചെയ്ത അക്കൗണ്ട് ഉണ്ടല്ലോ, എൻ്റെ ലോൺ അക്കൗണ്ട് ഏതാണോ നിങ്ങളുടെ ലോൺ അക്കൗണ്ട് ഏതാണോ അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എടുത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് വരാൻ നേരത്ത് ഇത് റിലേറ്റഡ് പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ITR, ഇപ്പം നിങ്ങളുടെ സ്പോൺസേഴ്സിൻ്റെ ITR അത് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുക. പറയുന്നത് മെഡിക്കൽ ചെയ്യാൻ നമുക്ക് HAP-ID ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു റെഫറൽ ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, HAP-ID റെഫറൽ ലെറ്റർ എന്ന് പറഞ്ഞ സംഭവം കിട്ടും. അതെന്തായാലും എടുക്കാനായിട്ട് ശ്രമിക്കുക. മെഡിക്കൽ റിലേറ്റഡ് വേറെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തൊക്കെ മെഡിസിൻസ് ഉണ്ടെങ്കിൽ ആ മെഡിസിൻസിനെല്ലാം പ്രിസ്ക്രിപ്ഷൻ വേണം.
അതില്ലെങ്കിൽ പിന്നീട് നമ്മൾ എയർപോർട്ടിൽ എത്താൻ നേരത്ത് പണിയാവും, ഇവിടെ എത്താൻ നേരത്ത്. അപ്പം അതുകൊണ്ട് എന്തൊക്കെ മെഡിസിൻ കൊണ്ടുവരണോ അത് റിലേറ്റഡ് എല്ലാ പ്രിസ്ക്രിപ്ഷൻസും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള വാക്സിനേഷൻ, നിങ്ങൾ ഏതൊക്കെ വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം വാക്സിനേഷൻ്റെ സർട്ടിഫിക്കേഷൻസും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. വേറെ നമ്മുടെ ഓവർസീസ് ഹെൽത്ത് കവർ ഉണ്ടല്ലോ, അതിൻ്റെയും ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. എനിക്കറിയാം ഇതെല്ലാം നമ്മുടെ ഫോണിൽ ഡിജിറ്റലി ഇപ്പോൾ അവൈലബിൾ ആണ്, ഭയങ്കര കൺവീനിയൻ്റ് ആണ്. പക്ഷേ ജസ്റ്റ് ഒരെണ്ണം വയ്ക്കുക, വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. ഇനി അടുത്ത് പറയാനുള്ളത് എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ്. എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം പറയാൻ നേരത്ത് എന്തൊക്കെ കയ്യിലുണ്ടോ അതൊക്കെ കൊണ്ടുവരാം. അത് നിങ്ങളുടെ 10th തൊട്ട് നിങ്ങളുടെ 10th പാസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കിട്ടിയ എല്ലാ സർട്ടിഫിക്കറ്റും, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും, 12th സർട്ടിഫിക്കറ്റും, ഡിഗ്രിയിലാണെങ്കിൽ സെമസ്റ്റർ വൈസ് സർട്ടിഫിക്കറ്റും, നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതെല്ലാം, എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊണ്ട് നിങ്ങൾ നാട്ടിൽ ഒരു ഡോക്യുമെൻറ്റ്സും വയ്ക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾ ഇവിടെയാണ്, നിങ്ങൾ നാട്ടിലൊന്നും വെച്ചിട്ട് ഒന്നും ചെയ്യാനില്ല, അതെടുക്കുക. അടുത്ത സെക്ഷൻ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ആധാർ, പാൻ കാർഡ്, അങ്ങനെ എന്തൊക്കെ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ഉണ്ടോ അതൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അടുത്ത് എനിക്ക് പറയാനുള്ളത് IELTS കാര്യം. IELTS നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും അവസാനം, അത് ഓൺലൈനാണ്. ജസ്റ്റ് ഒരു കോപ്പി എടുത്ത് വയ്ക്കുക ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അതിന് വേണ്ടിയിട്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ സെക്ഷനായിട്ട് വരാൻ നേരത്ത് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും, അതിൻ്റെ ഒരു കോപ്പി കൈ പിടിക്കുക. COE കിട്ടും, അതിൻ്റെ ഒരു കോപ്പി കൈ പിടിക്കുക. പിന്നെ നമ്മൾ ഫീസ് അടയ്ക്കുന്നത് അതിൻ്റെ റെസിപ്റ്റ് എന്നുള്ള രീതിയിൽ അതൊരു കിട്ടും, അതിൻ്റെയും കോപ്പി കൈ പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഹാൻഡ് ചെയ്തിട്ട് വെക്കേണ്ട, അതിൽ ഒരു ഫയലിലാക്കി വെച്ചിരുന്നാൽ മതി. പക്ഷെ ചില കാര്യങ്ങൾ ഹാൻഡ് ചെയ്തിട്ട് വെക്കണം. അതായത് നമുക്ക് എയർപോർട്ടിൽ ഇൻക്വയസ് ചോദിച്ച് കഴിഞ്ഞാൽ എടുത്തു കൊടുക്കാൻ പറ്റണം. അതായത് നമ്മുടെ വിസയുടെ കോപ്പി, നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കോപ്പി, നമ്മുടെ COEയുടെ കോപ്പി, പിന്നെ എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും വെച്ചു. പാസ്പോർട്ട് ഓൾറെഡി കൊടുക്കുന്നുണ്ട്, ഇൻ കേസ് ജസ്റ്റ് ഒരു സൈഡിൽ വെക്കേണ്ട കാര്യങ്ങൾ. ഇതാണ് ഹാൻഡ് ചെയ്തിട്ട് വെക്കേണ്ടത്. ബാക്കി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ കോപ്പി നിങ്ങൾ അല്ലാതെ ഒരു ഫയലിലാക്കി വെച്ചിരുന്നാൽ മതി. ഇതൊന്നും ഹാൻഡ് ആയിട്ട് വെക്കേണ്ട കാര്യം ഇല്ല. എനിക്ക് തോന്നുന്നത് എല്ലാം കവറായി എല്ലാ ഡോക്യുമെൻറ്റ്സും. ഇൻ കേസ് എന്തെങ്കിലും ഞാൻ മിസ് ഔട്ട് ചെയ്തെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാനായിട്ട് ശ്രമിക്കുക, ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്ത വീഡിയോ ഞാൻ എന്തിനെപ്പറ്റി ചെയ്യണമെന്നും കൂടി കമൻറ്റ് ഇടുവാണെങ്കിൽ എനിക്കും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വേറെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരാനായിട്ട് അങ്ങ് ശ്രമിക്കുക. അവിടെ ഒരു സാധനവും വെക്കേണ്ട, നമ്മൾ എവിടെയാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഇവിടെ തന്നെ ഇരിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ